12,000 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുകയും ഓരോ ആയിരങ്ങൾക്ക് ശേഷവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയുകയും ചെയ്താൽ ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്ന വളരെ സവിശേഷമേറിയ ഒരു അമല് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടു, പതിനായിരങ്ങൾ ആ അമലുകൾ ചെയ്തു, ആയിരക്കണക്കിന് ആളുകൾക്ക് അതിൽ നിന്നും റിസൾട്ട് ലഭിക്കുകയും ചെയ്തു. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, അതിൻ്റെ ഫലം അനുഭവിക്കുന്നവരുണ്ട്. അത് നിരവധി ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും റാഹത്തും ജോലിയും അഭിവൃദ്ധിയും കടങ്ങൾ വീടാനൊക്കെ കാരണമായ വളരെ ശ്രേഷ്ഠമേറിയ ഒരു അമലായിരുന്നു. ഒരു തവണ ഒരു പ്രാവശ്യം ഒരാവശ്യത്തിന് വേണ്ടി ചെയ്ത് ആ ആവശ്യം പൂർത്തീകരിച്ച് വീണ്ടും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിരവധി തവണ അത് ചെയ്ത് റിസൾട്ട് ലഭിച്ചവർക്കും അത് ചെയ്തിട്ട് റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു അതിന് നല്ല പ്രതിഫലവും അതിൻ്റെ ഫലവുമൊക്കെ ജീവിതത്തിൽ കാണാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും അത് ചെയ്യുന്നവരുണ്ട്, അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് എഴുതി വെക്കുന്നതിനെക്കുറിച്ചും അത് എഴുതി ചുമക്കുന്നതിനെക്കുറിച്ചും അങ്ങനെ എഴുതിയിട്ട് ചുമന്നാൽ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചും പറയാൻ വേണ്ടിയിട്ടാണ്. മുമ്പൊരിക്കൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. പലരും ഇതൊക്കെ അറിയാവുന്നവരാണ്. അറിയാത്ത പല വിഷയങ്ങളും നമ്മളിതിൽ പറയുന്നുണ്ട്. കൃത്യമായി കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. നമ്മൾ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഏതെല്ലാം ദിവസങ്ങളിലാണ് വിളിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ അവിടെയുണ്ട്. വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ പലർക്കും കാണാൻ സാധിക്കാത്തത്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. ബിസ്മി എഴുതി ചുമക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സവിശേഷമേറിയ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതുവഴി നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഖലം ആദ്യമായി എഴുതിയത് ബിസ്മിയാണ്. നിങ്ങൾ എന്തെഴുതുമ്പോഴും ആദ്യം ബിസ്മി എഴുതുവിൻ, എഴുതിയാൽ അത് വായിക്കുകയും ചെയ്യുവിൻ എന്ന്
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ ന്യൂനതയൊന്നും കൂടാതെ തെറ്റുകൂടാതെ ബിസ്മി എഴുതിയാൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ലക്ഷം പുണ്യം രേഖപ്പെടുത്തും എന്നുള്ളതാണ്. 10 ലക്ഷം പുണ്യം രേഖപ്പെടുത്തുകയും 10 ലക്ഷം പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയുകയും ചെയ്യും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതാണ്, ബിസ്മിയെ ഒരാൾ ആദരിച്ചുകൊണ്ട് വളരെ നന്നാക്കി എഴുതിയാൽ അയാൾക്ക് അള്ളാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കും. ബിസ്മി എഴുതി നിലത്ത് വീണ് കിടക്കുന്ന കടലാസ് ആദരവോടുകൂടെ ആരെങ്കിലും അതെടുത്ത് മാറ്റി അത് ആളുകൾ ചവിട്ടുന്നിടത്ത് നിന്ന് ആളുകൾ ആദരിക്കപ്പെടേണ്ടാത്ത സ്ഥലത്ത് അത് കാണുമ്പോൾ അതെടുത്ത് ആദരിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് ചവിട്ട് വരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അയാളെ അള്ളാഹു സിദ്ദീഖീങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. കേവലം ബിസ്മി എഴുതപ്പെട്ട പേജ് നിലത്ത് കാണുമ്പോൾ, കടലാസ് കാണുമ്പോൾ അതെടുത്തു വെച്ചവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിനെ കുറിച്ചാണ്. അപ്പോൾ ആ ബിസ്മിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമേൽ മഹത്വമുള്ളതാണ്. ഈ ബിസ്മിയുടെ ആദ്യ എഴുത്തിൻ്റെ സമയത്തുണ്ടായ അത്ഭുതങ്ങളൊക്കെയുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ബിസ്മി അത് എഴുതി സൂക്ഷിക്കുക, ആദരവോടുകൂടി അതിനെ കണക്കാക്കുക. ഒരാൾ ബിസ്മി എഴുതുന്നത് മഹാനരായ അലിയാർ തങ്ങൾ കാണുകയാണ്. അലിയാർ തങ്ങൾ ഒരാൾ ബിസ്മി എഴുതുന്നത് കണ്ടപ്പോൾ അലിയാർ തങ്ങൾ പറഞ്ഞു, അത് നന്നാക്കി എഴുതുക എന്ന് പറഞ്ഞു. അപ്പോൾ ബിസ്മി ഒരാൾ നന്നാക്കി എഴുതിയാൽ അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ബിസ്മി നന്നാക്കി എഴുതുന്നവൻ്റെ മുഖം പ്രസന്നമായി തീരും. ഇങ്ങനെയൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അലിയാർ തങ്ങൾ അത് പറയുന്നത്. 4 സൂറത്തിനകത്തുള്ള ബിസ്മി അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ബിസ്മി നിങ്ങൾ സന്ദേശം, രജിസ്റ്റർ, എഴുത്തുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തു കാര്യങ്ങൾ എഴുതുമ്പോഴും അവയുടെ എല്ലാം തുടക്കത്തിൽ നിങ്ങൾ ബിസ്മി എഴുതുവിൻ. അതിനു മുമ്പ് അവരെഴുതാറുള്ളത് ബിസ്മിക്ക് അല്ലാഹുമ്മ എന്നായിരുന്നു. അത് മാറ്റിയിട്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് എഴുതാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഏതു കാര്യങ്ങൾ തുടങ്ങുമ്പോഴും നമ്മൾ ബിസ്മി ചൊല്ലി തുടങ്ങുക. എഴുതി തുടങ്ങുന്ന വിഷയങ്ങളുടെയൊക്കെ തുടക്കത്തിൽ ബിസ്മി എഴുതി തുടങ്ങുക. നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എഴുതി തുടങ്ങുന്നു, ആദ്യമായിട്ട് ബിസ്മി എഴുതി തുടങ്ങുക. ഒരു ലാപ്ടോപ്പ് പോലെയുള്ള എന്തെങ്കിലും വിഷയങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുന്നു, ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ടൈപ്പ് ചെയ്ത് തുടങ്ങുക. ഇങ്ങനെ ബിസ്മിയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് വലിയ ബറക്കത്ത് ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആനിലെ ഓരോ സൂറത്ത് തുടങ്ങുന്നതും ബിസ്മി കൊണ്ടാണ്. ഇത് വലിയൊരു ബഹുമതിയാണ് ബിസ്മിക്ക്. കാരണം ബിസ്മി ഒരു കടലാസിൽ 21 വട്ടം എഴുതിയിട്ട് ഉറക്കത്തിൽ ഞെട്ടിയുണരുന്ന കുട്ടികൾക്ക് കെട്ടിയാൽ പെട്ടെന്ന് സുഖപ്പെടും. അതേത് കുട്ടിക്ക് കെട്ടിയാലും ആഫത്തുകളിൽ നിന്ന് വലിയ സുരക്ഷ ലഭിക്കാൻ കാരണമാകും. അപ്പോൾ നോക്കൂ, നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ കാവലിന് വേണ്ടി ബിസ്മി എഴുതി കൊടുത്താൽ മതി. എത്ര തവണ എഴുതി കൊടുക്കണം? 21 തവണ എഴുതി കൊടുക്കണം. അത് ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതുക, ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത്. ബിസ്മി എങ്ങനെയാണ് ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതുക എന്നുള്ളത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഡിസ്പ്ലേയിൽ അത് കാണിച്ച് വിശദീകരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ എഴുതാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ എഴുതുക. അതൊരു കടലാസിൽ 35 തവണ എഴുതിയിട്ട് അത് വീട്ടിൽ കെട്ടിയാൽ അങ്ങോട്ട് ജിന്ന്, ഷൈത്വാന് തുടങ്ങിയ ഉപദ്രവങ്ങൾ ചെയ്യുന്നവരൊന്നും അങ്ങോട്ടേക്ക് പ്രവേശിക്കില്ല. അവിടെ ബറക്കത്ത് വർദ്ധിക്കും, സമ്പത്ത് വർദ്ധിക്കും. അതേപോലെ തന്നെ ചെയ്യുന്ന ജോലിയിൽ വലിയ ബറക്കത്തുണ്ടാകും. അവർക്ക് അസൂയാലുക്കളുടെയും സിഹറുകാരുടെയും ഐനുകാരുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ നിന്നും, കുതന്ത്രങ്ങളിൽ നിന്നും, വഞ്ചനകളിൽ നിന്നും, ചതികളിൽ നിന്നും വലിയ രക്ഷ ലഭിക്കാൻ, കാവൽ ലഭിക്കാൻ കാരണമാകും. അവർക്കെതിരെ അസൂയ വെച്ച് നടക്കുന്ന അസൂയാലുക്കളൊക്കെ അന്ധരായി മാറും, അക്രമികൾ തകർന്നു പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബിസ്മി 35 തവണ എഴുതിയിട്ട് വീട്ടിൽ സൂക്ഷിച്ച് എവിടെയെങ്കിലും അത് കെട്ടിവെക്കുകയോ മറ്റൊക്കെ ചെയ്താൽ ലഭിക്കുന്നതാണ്. മുഹറം മാസത്തിൽ നമ്മൾ ബിസ്മി എഴുതാറുണ്ടല്ലേ, ഒരു കടലാസിൽ 113 തവണ. കഴിഞ്ഞ വർഷമൊക്കെ എഴുതിയവരുണ്ടാകും, അത് എഴുതാൻ ഉദ്ദേശിച്ചവരുണ്ടാകും, എഴുതിയവരൊക്കെ ഉണ്ടാകും. അത് എഴുതി കഴിഞ്ഞാൽ അയാൾക്ക് അനിഷ്ടകരമായ ഒരു കാര്യവും ആ വർഷത്തിൽ അയാൾക്ക് സംഭവിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ വർഷം ബിസ്മി 35 തവണ എഴുതിയ 113 തവണ എഴുതിയവരുണ്ട്, അത് കൃത്യമായി മനസ്സിലാക്കി എഴുതിയവരുണ്ട്. അവരുടെ വീട്ടിൽ ആയുഷ്കാലം മുഴുവനും സുരക്ഷിതരായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ഈ വർഷം ഇതിപ്പോൾ ഈ വർഷത്തിലെ മുഴുവൻ ദിവസങ്ങളിലും
കാര്യമായ അസുഖങ്ങളും കാര്യമായ അപകടങ്ങളും ആഫത്തുകളും മുസീബത്തുകളൊക്കെ വരാതിരിക്കാൻ കാരണമായതൊരു പക്ഷേ നമ്മളെന്നായി എഴുതി വച്ച 113 ബിസ്മിയുടെ കാരണമായിട്ടായിരിക്കാം. അതൊരു വൈറ്റ് പേപ്പറിൽ 101 തവണ എഴുതിയിട്ട് നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ സൂക്ഷിച്ചാൽ, അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ അതിൽ വലിയ സമൃദ്ധി ഉണ്ടാകും. അതിൽ തീപിടുത്തം ഇങ്ങനെ തുടങ്ങിയ അപകടങ്ങളെ തൊട്ടൊക്കെ വലിയ കാവൽ ലഭിക്കാൻ കാരണമാകും. ബറക്കത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അള്ളാഹു നമുക്കിതൊക്കെ ചെയ്യാനും പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടൊക്കെ ലഭിക്കണം. അപ്പോൾ ആത്മാർത്ഥമായി എഴുതണം, വുളൂയോടുകൂടെ എഴുതണം, ഖിബിലക്ക് മുന്നിട്ട് എഴുതണം. അത് നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നമ്മുടെ നിയ്യത്തുകളൊക്കെ മനസ്സിൽ കരുതിയിട്ടാണ് എഴുതേണ്ടത്. ഒരു വൈറ്റ് പേപ്പറിൽ 1000 തവണ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് എഴുതി അവനവൻ തന്നെ ചുമന്ന് നടക്കുകയാണെങ്കിൽ അത് ശത്രുക്കൾ അവനെ കാണുമ്പോൾ ഭയന്നു വിറക്കുന്നുള്ളതാണ്. ശത്രുക്കളുടെ ഒരു കുതന്ത്രവും അവനെതിരെ പ്രയോഗിക്കാൻ കഴിയൂല. ഒരുപാട് ആളുകൾ അവനെ സ്നേഹിക്കാൻ കാരണമാവുകയും ചെയ്യും. സ്നേഹം അവനിലേക്ക് കവിഞ്ഞൊഴുകും എന്നുള്ളതാണ്. ജനങ്ങളെല്ലാം അയാൾ ആദരിക്കും. അഭിവൃദ്ധിയുടെ, സമ്പത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ കവാടങ്ങൾ അവൻക്ക് മുമ്പിൽ മലർക്കെ തുറന്നു കൊടുക്കപ്പെടും. അയാൾ നന്മയിലും സുരക്ഷിതത്തിലും സന്തോഷത്തിലുമായിരിക്കും. ഇതെല്ലാം വലിയ അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും തന്നെയാണ്. അപ്പോൾ ബിസ്മി അത് നന്നായിട്ട് വളരെ ആദരവോടുകൂടെ കണക്കാക്കുകയും അത് എഴുതി സൂക്ഷിക്കുകയും ചെയ്യുക. ബിസ്മി 70 തവണ എഴുതിയിട്ട് അത് കഫം പുടവയിൽ വെച്ച് കഴിഞ്ഞാൽ ആ മയ്യത്തിന് ഖബറിൽ ശിക്ഷയുണ്ടാകുകയില്ല. മുങ്കർ നക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാമിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം വളരെ പെട്ടെന്ന് നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഉത്തരം നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ബിസ്മി വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ട, എഴുതിയിട്ട് ചുമക്കേണ്ട, എഴുതി സൂക്ഷിച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിസ്മി ഈയത്തകിടിൽ അത് 3 വട്ടം എഴുതിയിട്ട് അത് വലയിൽ കെട്ടി അതുകൊണ്ട് മത്സ്യം പിടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ മത്സ്യങ്ങൾ 4 ഭാഗത്തു നിന്നും കൂട്ടം കൂട്ടമായി വന്ന് അവൻ്റെ വല നിറയും. ഒരിക്കലും താൻ വിചാരിക്കാത്തത്ര മത്സ്യങ്ങൾ അവന് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതൊരു തവണ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ലഭിച്ചിട്ടില്ലെങ്കിലും അതിങ്ങനെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് നമുക്ക് ഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ചെയ്യുന്ന അമലുകളിലൊക്കെ നല്ല പ്രതിഫലം, വല്ല റിസൾട്ട് നൽകട്ടെ. നമ്മൾ ഉന്നതാധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് തലങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ഒരാളിൽ നിന്നൊരു കാര്യം നേടിയെടുക്കണം. അവരുടെ അംഗീകാരം ലഭിച്ചാലല്ലേ കാര്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആദരവും അംഗീകാരമൊക്കെ ലഭിച്ച് നമുക്ക് അവരിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് അവൻ ചെയ്യേണ്ടത് വ്യാഴാഴ്ച ദിവസം നോമ്പെടുക്കുക. നോമ്പെടുത്തിട്ട് കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുക. അതിനുശേഷം മഗ്രിബിന് ശേഷം 121 തവണ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലുക. ഇങ്ങനെ ഉറങ്ങുന്നത് വരെ അത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. പിറ്റേന്ന് വെള്ളിയാഴ്ച നേരം പുലർന്നാൽ സുബഹിക്ക് ശേഷം 121 തവണ അതും ചൊല്ലുക. പറ്റുമെങ്കിൽ എന്തെങ്കിലും ബുഖൂറുകൾ അന്നത്തെ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെയായിട്ട് അവൻ പുകച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു കടലാസിൽ ഒറ്റക്ഷരമായിട്ട് 121 തവണ ഇതിനെ എഴുതുകയും ചെയ്യുക. ഇങ്ങനെ എഴുതിയിട്ടത് സൂക്ഷിക്കണം, അത് ചുമക്കണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവന് ആരിൽ നിന്നാണോ ആ കാര്യം നേടിയെടുക്കേണ്ടത് ആ കാര്യം നേടിയെടുക്കാൻ സാധിക്കുകയും അത് കാരണമായിട്ട് അവന് വലിയ ബറക്കത്ത് ലഭിക്കുകയും ചെയ്യും. ഇവന് എഴുതി സൂക്ഷിച്ചു വെച്ച ഈ 21 തവണ എഴുതിയ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് അവനതിനൊക്കെ എളുപ്പമാക്കാൻ കാരണമാകും എന്നുള്ളതാണ്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളതിൻ്റെ മഹത്വങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എഴുതി സൂക്ഷിച്ചാൽ, അത് എഴുതി ചുമന്നാൽ ലഭിക്കുന്ന മഹത്വങ്ങൾ. ഇനി നോക്കൂ, ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളെ കൊണ്ടും ബർക്കത്ത് ശ്രദ്ധിച്ചവനായ നിലയിൽ ഞാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇതൊരു ചെറിയ അർത്ഥമാണ്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് അത്ഭുതമാണ്. അതിലെ ബായിനുണ്ട് ശ്രേഷ്ഠത. അതിലെ ബായിനെക്കുറിച്ച് മാത്രം പറയാൻ ധാരാളം സമയം ചെലവഴിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ബിസ്മില്ലാഹി എന്ന് പറയുന്ന ഇസ്മ എന്ന പദം കേവലം നമുക്ക് കാണുമ്പോൾ 3 അക്ഷരമാണെങ്കിലും
അതിൻ്റെ അർത്ഥം വിശാലതയെ ഉൾക്കൊള്ളുന്നതാണ്. ഇവിടെ നമ്മൾ അർത്ഥം വെക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളെ കൊണ്ടും ബറക്കത്ത് സിദ്ധിച്ചവനായ നിലയിൽ വിശാലമായ ചർച്ചകൾ മഹാന്മാർ ഈ ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നുള്ള അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ ആ ഇസ്മ അത് 66 തവണ ശുദ്ധമായ ഒരു പാത്രത്തിൽ എഴുതിയിട്ട് അത് ഏത് രോഗിക്ക് അത് മായിച്ചിട്ടുള്ള വെള്ളം കുടിപ്പിച്ചാലും ബിഇദ്നില്ലാഹി തആല ശിഫയാകും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് രോഗങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു വലിയ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും അതിൽ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ അത് പ്രത്യേകമായിട്ട് രോഗിക്ക് 66 തവണ എഴുതിയിട്ട് കുടിപ്പിക്കുന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. 66 എന്നുള്ളത് അല്ലാഹ് എന്നുള്ളതിൻ്റെ ആദതാണ്. അതിനനുസരിച്ച് ജിന്നുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിൽ അകപ്പെട്ടവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഫലമുണ്ട്. ചെയ്താൽ റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇതൊക്കെ ചെയ്യാൻ അറിയുന്നവരും ഇതൊക്കെ വശമുള്ളവരും മാത്രം ചെയ്യുക. ചിലപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പല ഷെറുകളും നമുക്ക് സംഭവിച്ചേക്കാം. അതുകൊണ്ട് നല്ല രൂപത്തിലാണ് ഇതിലേക്കൊക്കെ ഇറങ്ങേണ്ടത്. ജിന്നുമായി ബന്ധപ്പെട്ടവർ, ഷൈത്വാനുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളിലുള്ളവർ, അവരെയൊക്കെ ബിസ്മിയിലെ അക്ഷരങ്ങൾ ഒരു നീല തുണിയുടെ കഷ്ണത്തിൽ എഴുതിയിട്ട് അതിൻ്റെ ഒരറ്റം കത്തിച്ച് അത് രോഗിക്ക്, ഇത്തരം ബാധകളുള്ള ആളുകളെ അത് മണപ്പിക്കുക. അങ്ങനെ മണപ്പിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ ഫലം അതിലുണ്ടാക്കുന്നുള്ളതാണ്. എന്ത് ഉദ്ദേശിച്ചാണോ അത് ചെയ്തത് അതിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കും. അപ്പോൾ അവരുടെ ജിന്നുമായി ബന്ധപ്പെട്ട, ഷൈത്വാനുമായി ബന്ധപ്പെട്ട ആ വിഷയം നമുക്ക് മുമ്പിൽ കീഴ്പ്പെട്ട് കിട്ടാനും ആ കീഴ്പ്പെടുത്തിയവരെ നമുക്ക് ഇളക്കി പറയിപ്പിക്കാനും ഒഴിവാക്കാനൊക്കെ കാരണമാകുന്നുള്ളതാണ്. ഇത് മുൻഗാമികളായ പല ആളുകളും അവരുടെ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തവയുമാണ്. ആത്മാർത്ഥമായി ചെയ്തു നോക്കിയാൽ മതി. അതേപോലെ തന്നെ അല്ലാഹ് എന്ന് പറയുന്ന നാമം അത് ശുദ്ധമായ ഒരു പാത്രം നിറയെ ആവർത്തിച്ച് ഒരു അറ്റമില്ലാതെ എഴുതിയിട്ട് അത് മായ്ച്ച വെള്ളം അത് ബോധക്ഷയമേറ്റ ആളുകൾക്ക് കുടിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ബോധക്ഷയം മാറുകയും അത് പൈശാചികമായ ഉപദ്രവം കൊണ്ടാണെങ്കിൽ ആ പിശാച് കരിഞ്ഞു പോകാൻ കാരണമാകുകയും ചെയ്യുന്നതാണ്. നമ്മളതൊക്കെ നേരത്തെ തയ്യാറാക്കി വെക്കണം. ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ എന്തെങ്കിലും അപകടത്തിലൊക്കെ പെടുമ്പോൾ കുറേ കാലത്തിന് ബോധമില്ലാണ്ട് അങ്ങനെ കിടക്കും. ചിലപ്പോൾ പിശാച് ബാധയേറ്റ ആൾ തന്നെ ചിലപ്പോൾ ഒരു ദിവസം തന്നെ ചിലപ്പോൾ അങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നതൊക്കെ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കാം. പെട്ടെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് മക്കളൊക്കെ ഇറങ്ങുന്ന സമയത്ത് പാമ്പോ തേളോ കടിക്കുന്ന ഒരു അനുഭവമൊക്കെ ചിലപ്പോൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അങ്ങനെ പാമ്പോ തേളോ കടിക്കുന്ന സമയത്തിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നല്ല ട്രീറ്റ്മെൻറ്റുകൾ എടുക്കണം. എവിടെയാണോ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോട് കൂടെ തന്നെ ബിസ്മി ഒറ്റ അക്ഷരത്തിൽ എഴുതിയിട്ട് അത് ഒറ്റ അക്ഷരത്തിൽ തന്നെ സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ എന്ന ആയത്ത് എഴുതിയിട്ട് അത് മായിച്ചിട്ടുള്ള വെള്ളം അവർക്ക് കുടിപ്പിച്ചാൽ അതിൻ്റെ വിഷം പെട്ടെന്ന് ഇറങ്ങുമെന്നുള്ളതാണ്. ആ വിഷബാധ വളരെ പെട്ടെന്ന് ഷിഫയാകുമെന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനി അർറഹ്മാൻ എന്നെഴുതിയ ഈ അർറഹ്മാൻ എന്നെഴുതിയ ശേഷം 150 പ്രാവശ്യം യാ റഹ്മാനു യാ അല്ലാ എന്ന് ചൊല്ലിയിട്ട് പ്രത്യേകമായിട്ട് ശരീരത്തിൽ ഊതുക. എഴുതിയത് കെട്ടുകയും ചെയ്യുക. എന്നാൽ ഒരു അക്രമകാരികളെയും അവനെ ആക്രമിക്കാൻ കഴിയില്ല. ഇത്തരം പൈശാചികമായ ഷർറുകളെ തൊട്ടൊക്കെ വലിയ കാവൽ ലഭിക്കാൻ അത് കാരണമാവുകയും ചെയ്യും. ആത്മാർത്ഥമായി ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ റഹീം എന്ന് പറയുന്ന ഇസ്മ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളതിലാണ്. അത് ഒറ്റ അക്ഷരത്തിൽ 280 തവണ എഴുതണം. അങ്ങനെ ഒറ്റ അക്ഷരത്തിൽ 280 തവണ എഴുതിയിട്ട് അത് ചുമന്ന് നമ്മൾ എന്തെങ്കിലും വിഷയങ്ങളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിൽ വലിയ വിജയം ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ള ബിസ്മിയിലെയും റഹ്മാൻ എന്നുള്ളതിലെയും റഹീം എന്നുള്ളതിലെയും അല്ലാഹ് എന്നുള്ളതിലെയൊക്കെ വളരെ സവിശേഷമേറിയ ചില അമലുകളാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബിസ്മിയിലെ ബായിനെക്കുറിച്ച് തന്നെ പറയാനുണ്ട്. ബാ മാത്രം എഴുതിയിട്ടുള്ള നിരവധി അമലുകളുണ്ട്. മുജറബായ പല അമലുകളുണ്ട്. ഇനി തലവേദനയുമായി ബന്ധപ്പെട്ട പ്രയാസമുള്ളവരുണ്ട്. തീരാത്ത മാറാത്ത തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ,
ഒരിക്കലും തലവേദന ഷിഫയായി കിട്ടാതെ പല സന്ദർഭങ്ങളിലും തലവേദന കാരണം പ്രയാസപ്പെടുന്ന ആളുകളെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ യാത്ര ചെയ്താൽ മതി, ഒരു മണിക്കൂറിലപ്പുറം ജോലി ചെയ്താൽ മതി, ഉറക്കം നഷ്ടപ്പെടുന്നു തലവേദന കാരണമായിട്ട്. ഇങ്ങനെ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾക്ക് അവർക്ക് അർറഹീം എന്നുള്ളത് ഒറ്റ അക്ഷരമാക്കിയിട്ട് 21 തവണ എഴുതുക, എന്നിട്ടത് ചുമന്നുകൊണ്ട് നടക്കുക. നല്ല ഫലം ലഭിക്കും. ചെയ്തു നോക്കൂ നിങ്ങൾ. വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബിസ്മി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക. 12,000 ബിസ്മിയുടെയും 786 തവണ ബിസ്മി ചൊല്ലുന്നതിൻ്റെയും 21 തവണ ബിസ്മി ചൊല്ലുന്നതിൻ്റെയൊക്കെ അമലുകൾ നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ എഴുതി സൂക്ഷിക്കുന്നത്, എഴുതി ചുമക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് വലിയ ഫലമുള്ളതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹു കലമിനെ പടച്ചു. കലമിനെ പടച്ചത് 100 സന്ധികളോടുകൂടെയാണ്. ഓരോ സന്ധികൾക്കിടയിലും 500 കൊല്ലം യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ട്. അപ്പോൾ 100 സന്ധികളുണ്ട്. ആ 100 സന്ധികൾക്കിടയിലും 500 വർഷം യാത്ര ചെയ്താൽ എത്താവുന്ന അത്രയും വഴിദൂരമാണ് ഓരോ സന്ധികൾക്കിടയിലുള്ളത്. അപ്പോൾ അള്ളാഹു അതിലേക്ക് ഗാംഭീര്യത്തോടു കൂടെ ഒന്ന് നോക്കിയപ്പോൾ അത് പിളർന്നു. അള്ളാഹുവിനോട് പറഞ്ഞു, ലൗഹിന്മേൽ നീ എഴുതുക. അത് പിളർന്നു. അപ്പോൾ പുനരുദ്ധാരണ നാൾ വരെ ഉണ്ടാകാനിരിക്കുന്ന കാര്യങ്ങൾ എഴുതാൻ വേണ്ടി അള്ളാഹു അവരോട്, ആ സന്ധികളോട്, ആ ലൗഹിനോട്, കലമിനോട് അള്ളാഹു പറഞ്ഞു. അപ്പോൾ കലമ് 100 സന്ധികളോട് കൂടെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആ 100 സന്ധികൾക്കിടയിൽ അതിൻ്റെ വലിപ്പം പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. 500 കൊല്ലം സഞ്ചരിക്കേണ്ട വഴിദൂരമുണ്ട്. അപ്പോൾ എത്ര വലുതാണ് അല്ലേ അള്ളാഹു കലമിനെ പടച്ചത്. ആ കലമിനോടാണ് അള്ളാഹു പറയുന്നത് ലൗഹിന്മേൽ എഴുതാൻ വേണ്ടി പറയുന്നത്. എന്താണ് എഴുതാൻ വേണ്ടി പറയുന്നത്? പുനരുദ്ധാരണ നാൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കലം അള്ളാഹുവിനോട്, കലമിനോടാണല്ലോ എഴുതാൻ പറയുന്നത്. കലം അള്ളാഹുവിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് എഴുതി തുടങ്ങേണ്ടതെന്ന്. അപ്പോൾ അള്ളാഹ് കലമിനോട് പറയുന്നുണ്ട്, അവിടെയാണ് നമ്മുടെ ബിസ്മിയുടെ മഹത്വം. അള്ളാഹ് കലമിനോട് പറയുന്നുണ്ട് ബിസ്മി കൊണ്ട് എഴുതി തുടങ്ങുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലൗഹിൽ കലമിനോട്, കലമിനെ സൃഷ്ടിച്ച അന്ന് ലൗഹിലേക്ക് എഴുതാൻ വേണ്ടി പറയുമ്പോൾ, ലൗഹിൽ എഴുതാൻ വേണ്ടി പറയുമ്പോൾ, പുനരുദ്ധാരണ നാൾ വരേക്കുമുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ എഴുതാൻ പറയുമ്പോൾ എങ്ങനെ എഴുതണമെന്ന് ചോദിക്കുമ്പോൾ കലമിനോട് അള്ളാഹു പറയുന്നത് ബിസ്മി കൊണ്ട് എഴുതി തുടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ബിസ്മി കൊണ്ട് ബിസ്മി എഴുതാൻ വേണ്ടി കലം തുടങ്ങുകയാണ്. എത്ര കൊല്ലം കൊണ്ടാണ് ഈ കലം ബിസ്മി എഴുതി തുടങ്ങിയെന്നറിയോ? 700 കൊല്ലം കൊണ്ടാണ് ബിസ്മി കലം എഴുതി തുടങ്ങിയത്, എഴുതി തീർത്തത്. അത്ര എഴുതാനുണ്ടായിരുന്നു കലമിന് ബിസ്മിയെക്കുറിച്ച്. അങ്ങനെ 700 കൊല്ലം കൊണ്ട് ബിസ്മി കലമിൽ, ലൗഹിൽ കലം എഴുതി തീർത്തു. അള്ളാഹു പറഞ്ഞു, എൻ്റെ പ്രതാപവും മഹത്വവും തന്നെയാണ് സത്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർ ഒരു ബിസ്മി ചൊല്ലിയാൽ അവർക്ക് ഞാൻ 700 കൊല്ലം ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രതിഫലം നൽകും. ഒരൊറ്റ ബിസ്മി ചൊല്ലിയാൽ ലഭിക്കുന്ന പ്രതിഫലമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ അള്ളാഹു പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹു കലമും പിന്നെ ലൗഹം പടച്ചു. എന്നിട്ട് ലൗഹിനെ സമീപിക്കാൻ കലമിനോട് കൽപ്പിച്ചു. കലം പറഞ്ഞു, ലൗഹിൽ നീ ആദ്യം, അള്ളാഹു ലൗഹിൽ ആദ്യം ബിസ്മി എഴുതാൻ വേണ്ടി പറഞ്ഞു. ബിസ്മിയിലെ ബാ അങ്ങ് എഴുതിയപ്പോഴേക്ക് ബായിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെട്ടു എന്നുള്ളതാണ്. അത് അദൃശ്യ ലോകത്തെ അർശ് മുതൽ ഭൂമിയിലോളം അത് പ്രകാശം പടർത്തി. കലം ചോദിച്ചു, റബ്ബേ, ഞാൻ ബാ എഴുതിയപ്പോൾ ഒരു പ്രകാശം ഇങ്ങ് പോന്നല്ലോ, അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് അന്ത്യപ്രവാചകൻ്റെ സമുദായത്തിലുള്ളവരെ മോചിപ്പിക്കുന്ന ബാ ആണ്. അപ്പോൾ ബിസ്മിയിലെ ബാ എഴുതി. ഇനി സീൻ എഴുതൂ എന്ന് പറഞ്ഞു. അപ്പോൾ സീൻ എഴുതിയപ്പോൾ അതിൻ്റെ കുനിപ്പിൽ നിന്ന് 3 പ്രകാശങ്ങൾ പുറപ്പെട്ടു. സീൻ എഴുതുമ്പോൾ 3 കുനിപ്പുകളുണ്ട്. സീൻ എഴുതുമ്പോൾ ഉണ്ടല്ലേ 3 പ്രകാശങ്ങൾ. ആ 3 പ്രകാശങ്ങൾ പുറപ്പെട്ടു. അതിൽ നിന്ന് ഒന്ന് അർശിലേക്കും, ഒന്ന് കുർസിലേക്കും, ഒന്ന് സ്വർഗത്തിലേക്കും പറന്നുയർന്നു. അപ്പോൾ കലം അത്ഭുത പരതന്ത്രനായി ചോദിക്കുകയാണ്, എന്താണ് ഈ പ്രകാശങ്ങൾ ഇങ്ങനെ 3 എണ്ണമായിട്ട് ഇങ്ങനെ പുറപ്പെടുന്നത്? അപ്പോൾ അള്ളാഹ് പറയുകയാണ്, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളുടെയും പ്രകാശാണത്. അർശിലേക്ക് ഉയർന്നത് തേജസ്, സാബിഖുകളുടെയും കുർസിലേക്ക് ഉയർന്നത് മധ്യപദവിക്കാരുടെയും,
സ്വർഗത്തിലേക്ക് ഉയർന്ന തേജസ് അവരിൽ നിന്നുള്ള പാപികളുടേതുമാണ്. ഇനി നീ മീം എഴുതുക എന്ന് പറയുന്നു. അങ്ങനെ മീം എഴുതിയപ്പോൾ അതിൽ നിന്ന് ശക്തമായ രൂപത്തിലൊരു പ്രകാശം ഒഴുകി. ബായിൽ നിന്നും സീനിൻ്റെ 3 കുനിപ്പുകളിൽ നിന്നും പുറപ്പെട്ട പ്രകാശത്തിനേക്കാളും ശക്തവും വെളിച്ചവുമുള്ള പ്രകാശം, കനത്ത പ്രകാശം. ആ പ്രകാശം അർശ് മുതൽ ഭൂമി മുഴുവനും അത് തേജാമയമായി തീർന്നു. ഇത് കണ്ട് കലം 1000 കൊല്ലം അത്ഭുതത്താൽ മിഴിച്ചു നിന്നു എന്നുള്ളതാണ്. ഈ പ്രകാശം കണ്ടിട്ട് അത്ഭുതത്തോടുകൂടെ ചിന്തിച്ചു നിന്നത് എത്ര കൊല്ല? കലം 1000 കൊല്ലം അങ്ങനെ മിഴിച്ചു നിന്നു. പിന്നെ ചോദിക്കണം, റബ്ബേ ഇതെന്താണ് ഈ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നൂറാണ്. ഹബീബ് എനിക്കേറ്റവും പ്രിയങ്കരനും ഞാൻ പ്രവാചകരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. എല്ലാ അംബിയാ മുർസലുകൾക്കും നേതാവാണ് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഈ ലോകമൊക്കെ പടക്കാൻ ഞാൻ പടക്കുന്നത് സൃഷ്ടിക്കുന്നത് എല്ലാം കലം ഉൾപ്പെടെ സൃഷ്ടിച്ചത് ആ പ്രവാചകന് വേണ്ടിയാണ്. ഇത് കേട്ടപ്പോൾ കലം കൊതിച്ചുപോയി അത്രേ. അന്ത്യപ്രവാചകന് ഒരു സലാം ചൊല്ലാൻ അള്ളാഹു കലമിന് അതിന് അനുമതി നൽകി എന്നുള്ളതാണ്. കലം പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ നൂറല്ലാഹ്. പ്രകാശം 1000 വർഷത്തോളം, കനത്ത പ്രകാശം പുറപ്പെട്ടപ്പോൾ 1000 വർഷത്തോളം ചിന്താനിമഗ്നനായി നിന്ന് കലം ചോദിച്ചപ്പോൾ അതിന് മറുപടി കൊടുത്തത് ഹബീബായ തങ്ങളിലേക്കാണെന്നാണ്. ആ ഹബീബിൻ്റെ മഹത്വം അതിലൂടെ കലം മനസ്സിലാക്കിയിട്ട് ഹബീബായ തങ്ങൾക്ക് സലാം പറയാനുള്ള അനുമതി കൊടുക്കുകയാണ്. അങ്ങനെ സലാം പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, ഓ കലം, നീ എൻ്റെ ഹബീബിന് സലാം ചൊല്ലിയിട്ടുണ്ട്. അവരാകട്ടെ ഇപ്പോൾ അപ്രത്യക്ഷനുമാണ്. പ്രത്യക്ഷനെങ്കിൽ നിൻ്റെ സലാം മടക്കുമായിരുന്നു. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാനിതാ സലാം മടക്കുന്നു. അലൈക മിന്നിയ സലാം യാ കലം. തുടർന്ന് ബിസ്മിയിൽ ബാക്കിയുള്ളതും എഴുതാൻ അള്ളാഹു കൽപ്പിച്ചു. കലം അതെഴുതി. അള്ളാഹ് എന്നുള്ളത്, അർ-റഹ്മാൻ എന്നുള്ളത്, അർ-റഹീം എന്നുള്ള ഈ നാമങ്ങളൊക്കെ ഇങ്ങനെ എഴുതുകയാണ്. ഈ നാമങ്ങളൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു ഈ നാമങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. കലമിൻ്റെ ബിസ്മി എഴുത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ആ ബിസ്മിയാണ് 12000 തവണ ചൊല്ലിയപ്പോൾ വലിയ പ്രതിഫലം ലഭിച്ചത്. ആ ബിസ്മിയാണ് 21 തവണ കിടന്നുറങ്ങാൻ സമയത്ത് ചൊല്ലിയപ്പോൾ പ്രതിഫലം ലഭിച്ചത്. ആ ബിസ്മിയാണ് എഴുതി ചുമന്നപ്പോൾ നമുക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടു തന്നത്. ഇത് വലിയ മഹത്വമുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബിസ്മിയെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക. നമുക്കൊക്കെ അറിയാം 12000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുന്നതിൻ്റെ അതിവിശിഷ്ടമായ അമലുകൾ. അതൊക്കെ നമ്മൾ വളരെ ആത്മാർത്ഥമായി ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക. ബിസ്മിയൊക്കെ എങ്ങനെയാണോ നമുക്ക് എഴുതി ചുമക്കാൻ സാധിക്കുന്നത്, ആ രൂപത്തിൽ ബിസ്മി എഴുതി ചുമക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഏതേതു പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷയും സമാധാനവും ഖൈറുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ 12000 ബിസ്മിയുടെയൊക്കെ അമല് ചെയ്തവരുണ്ട്. നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് എഴുതി സൂക്ഷിച്ചവരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു നല്ല റിസൾട്ട് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത്തരുണത്തിൽ ദുആ ചെയ്യുകയാണ്. വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറഞ്ഞ് പലരും ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. ഇവിടെ നേരിട്ട് വരുമ്പോൾ തന്നെ പലരും പല വിഷയങ്ങളും പറഞ്ഞവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈറിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.